ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഇസ്രായേൽ. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും ഐക്യരാഷ്ട്ര സംഘടനയും നീക്കത്തെ എതിർത്തിരുന്നു. എതിർപ്പുകൾക്കും ഉപരോധങ്ങൾക്കും തങ്ങളുടെ നിലപാടിനെ ദുർബലപ്പെടുത്താനാവില്ലെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് അറിയിച്ചു. സൈനിക നടപടിയിലൂടെ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്ത സ്വതന്ത്ര സംവിധാനത്തെ ഭരണമേൽപ്പിക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം. ഐസൻ ജോസ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഐസൻ, ഈയൊരു സാഹചര്യത്തിൽ എന്താണ് പുതിയ തീരുമാനങ്ങൾ ഇതിൽ പുറത്തു വരുന്നത്? വിഷ്ണു, നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത നീക്കങ്ങളിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് നേരത്തെ റിപ്പോർട്ടുകളിൽ നിന്നും പുറത്തു വന്നതുപോലെ ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം അവരുടെ ഭാഗത്തു നിന്ന്, ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കുക എന്ന ഒരു നീക്കമാണ്. അത് സൈനിക നടപടിയിലൂടെ അത്തരത്തിലൊരു നീക്കം നടപ്പാക്കുകയും ചെയ്യും എന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ പല രാജ്യങ്ങളും, ലോകരാഷ്ട്രങ്ങളും UN ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അത്തരം നിബന്ധനകൾ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോടെ അത്തരം നീക്കങ്ങളിലേക്ക് കടക്കരുത് എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിൽ കൂടി അത് പൂർണ്ണമായും തള്ളുകയാണ് ഇസ്രായേൽ. മുന്നോട്ട് വെക്കുന്ന കാര്യം ഹമാസിനെ പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുകയും ഗാസയെ ഒരു പ്രത്യേക ഭരണ സംവിധാനത്തിന്റെ കീഴിൽ, അതല്ലെങ്കിൽ സ്വതന്ത്ര ഭരണ സംവിധാനത്തിന്റെ കീഴിൽ കൊണ്ടുവരികയും വേണമെന്ന കൃത്യമായ നിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 25% പ്രദേശങ്ങൾ കൂടി കൈവശപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിലാക്കിയാൽ ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഹമാസിന്റെ, ഇസ്രായേലിന്റെ കൈവശം എത്തുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിലാണ് കർശനമായ നീക്കങ്ങളിലേക്ക് നീങ്ങാനുള്ള, കർശനമായ നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനം ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഐസൻ ജോസ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.